ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടോക്സിക്കിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് ഗൈസ്. ടോക്സിക് നമ്മുടെ റോക്കി ബായ് ആസ് രായ ആൻഡ് ടിക്കറ്റ്, രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പേര് ടീസറിൽ നിന്ന് കിട്ടിയാണ് ഗൈസ്, രായയും ടിക്കറ്റും. അപ്പോൾ രണ്ട് അച്ഛൻ മകൻ ഒരു റിവെഞ്ച് സ്റ്റോറി ആയിട്ടൊക്കെയാണ് ഇത്തവണ യാഷ് വരുന്നത്. കൂടാണ്ട് നയൻതാര, കിയാര അഡ്വാനി, രുക്മിണി വസന്ത്, താര സുതാര്യ, ഒരുപാട് വലിയ കാസ്റ്റ്. ആൻഡ് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ മലയാളത്തിലെ സ്വന്തം ഡയറക്ടറായ ഗീതു മോഹൻദാസ് ആണ്. ഗീതു മോഹൻദാസ് ഒരു വെറൈറ്റി പടമാണ് ഈ തവണ എടുത്തേക്കുന്നത്. അതായത് എല്ലാം ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റഫാണ്. ആൻഡ് യാഷിനും കൂടെ, യാഷ് കുറേ നമ്മുടെ അവസാനത്തെ പടം ചെയ്തേതാ KGF ചാപ്റ്റർ 2 ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് യാഷ് വരുന്നത്. അതും ഒരു കില്ലം ടോപ്പ് ലെവൽ ഹോളിവുഡ് ലെവൽ ക്വാളിറ്റി പടമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും സമയം കളയില്ല ഗൈസ്, നേരെ തന്നെ ട്രെയിലർ കാണാൻ പോവാം. സ്റ്റാർട്ട് സ്ട്രീമിംഗ് ചെയ്യട്ടെ. ക്ലോസ് സ്റ്റാർട്ട് സ്ട്രീമിംഗ് ഗൈസ്, സ്റ്റാർട്ട് റെക്കോർഡിങ്. ഓക്കെ, റെക്കോർഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വെരി വൈസ്. KBN പ്രൊഡക്ഷൻ പ്രസൻസ്. ഒരു കാര്യം, നമ്മൾ മലയാളം ട്രെയിലറാണ് ഈ റിയാക്ട് ചെയ്യുന്നത്. മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ്, യാഷിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഗൈസ്. പുള്ളി ഇതിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുള്ളി നമ്മുടെ രാമായണത്തിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻ അസോസിയേഷൻ വിത്ത് ലയൺസ് ഗേറ്റ്. അമ്പോ, പാൻ വേൾഡ് റിലീസ്. ആരോ ചുമക്കുന്നു. എന്ത് കൊച്ചു പറയുന്നേ, എനിക്ക് കേൾക്കാൻ മനസ്സിലാവുന്നില്ല. ആ കന്നഡ, സോറി ഗൈസ്, മലയാളം ട്രെയിലറാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എടുത്തത് കന്നഡ ട്രെയിലർ ആയിട്ട്. നമുക്കൊന്നും കൂടെ ഗിവ് മീ സം ടൈം. അതായത് ലോഡ് ഒന്നുമില്ല. വന്നു. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഇനി പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം. ദേഷ്യം കാണിക്കല്ലേ ഡാഡി. I promise. I promise. ഓ, കൊച്ചിനെ വെടിവെച്ച് കൊന്ന. ദേഷ്യം കാണിക്കല്ലേ ഡാഡി, ഞാൻ ഇനി ഡാഡി പറയുന്നത് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി? ഇവിടെ ഫ്രെയിം നോക്കടാ. ജൈൻ വീല് കത്തുന്ന്. പുള്ളി തന്നെ ആയിരിക്കും, ടിക്കറ്റ് ക്യാരക്ടർ ആയിരിക്കാം. മുഖത്ത് ചായം തേച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്കുള്ളിലെ ദുഃഖം ഒളിപ്പിക്കാൻ പറ്റും. നമ്മുടെ നശിച്ച തലവരെ മായ്ക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഞാൻ പോവല്ലേ മമ്മ. അയാൾക്കെന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഓ, അതൊക്കെ പുള്ളിക്കാരെ കാണുന്നത് ഇഷ്ടമല്ലെന്ന് പറയുന്നത്. അപ്പം രായ്ക്കും നമ്മുടെ നാദിയയ്ക്കും ഉണ്ടായ കൊച്ചാണ് ഈ ടിക്കറ്റ്. ഫ്രം ദി ട്രെയിലർ ഇറ്റ് സെൽഫ് അവർ പറഞ്ഞു തന്നു. ഇത് എനിക്ക് തോന്നുന്നു രായയുടെ കൊച്ചിലത്തെ സ്റ്റോറീസ് ആയിരിക്കും. എന്റെ ആഗ്രഹം എന്താണെന്നറിയോ രായ? ഈ സിറ്റി മുഴുവനും നീ ഭരിക്കണം. ഗോവയിലാണ് ഈ കഥ നടക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കഥയല്ല, അതായത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഗോവയ്ക്കകത്താണ്. ബട്ട് എങ്കിലും അവിടെ പോർച്ചുഗീസ് തന്നെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈം. എന്റെ സിറ്റിയിൽ വന്ന് എന്റെ ഫാമിലിയുടെ മേൽ കൈവച്ചല്ലേ. വയലൻസ് എന്നൊക്കെ ചെയ്യാം, അന്യായ വയലൻസ്. തന്റെ അവസാന ആഗ്രഹം എന്താ? ഒരുപാടൊന്നുമില്ല. ഇതിലടാ മാസിൻ, മറ്റേ പള്ളിക്കകത്ത് വരുന്ന മാസിനാണെന്ന് തോന്നില്ല. നിന്റെ അനിയനെ കത്തിച്ചിട്ട് ആ ചാരം കൊണ്ടൊരു ലൈൻ ഇട്ട് ഒന്ന് പറക്കണം എനിക്ക്. ഡയലോഗാ മലയാളത്തിലെ. നടക്കൂ. അയാളുടെ സ്നേഹം തനിക്ക് മാത്രം സ്വന്തമാണെന്ന് ഓരോ പെൺകുട്ടിയും കരുതി. എന്നാൽ അയാൾ അതെന്തൊരു ഫ്രെയിമിടാ. ഹൃദയം അതിരുകളില്ലാത്ത ആകാശം പോലെ സ്വതന്ത്രമായിരുന്നു.
റോയൽ സർക്കസ്. പെണ്ണിന് അലങ്കാരമാണ് അഴക്. ആ അഴകിനെ ഇങ്ങനെ ആയുധമാക്കിയ എങ്ങനെ അഴക് എത്ര മേടിക്കും? ഫ്രെയിം. ഓ തുപ്പി കൊടുത്ത്. Who the hell are you? I was regular. Who the hell are you? I was permanent. Keep your mouth shut! This was supposed to be my fucking fairy tale. ഓ ഇത് കേറ്റി. വയലൻസ്. ഓ VFX. I was hoping to have a civilized conversation. Do I look civilized to you? സൈക്ക് ട്രെയിലർ. ഇത് മറ്റേ വെള്ളത്തിൽ നിന്ന് മുങ്ങിയത്. ഷോട്ട്. Hello, Daddy. ഫ്രെയിമടാ. സമാധാനത്തിലൂടെ ശരിയാക്കാമെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് യുദ്ധങ്ങൾ നടത്തിയത് എന്തിനായിരുന്നു? ഇതെങ്ങനെ അവസാനിക്കാന്ന് തനിക്ക് തന്നെ അറിയാലോ. ഫ്രെയിമും ഡയലോഗ്സ് ഒക്കെ മഞ്ഞ കിയാറെ വിഷയം കേട്ടാ. അവര് ചുമ്മാ അല്ല പറഞ്ഞ ഇവരുടെയൊക്കെ റോഡ് അതൊക്കെ എന്താ ക്രിസ്മസ് പറഞ്ഞു ഞാൻ ജോക്കറല്ല ബാസ്റ്റർഡാണെന്ന്. ഓരോ തീരുമാനത്തിനും തക്കതായ വില നീ കൊടുത്തേ പറ്റൂ. എന്തോ നിറക്കേടാ ഉള്ളു. മറ്റേ ഹോളിവുഡ് കാണത്തില്ല നമ്മള് ഇതുപോലത്തെ സാധനങ്ങൾ. ഫ്രെയിംസ് ഒക്കെടാ. മോഹൻദാസ് ടോക്സിക്. Fairy tale for grown-ups. കിടിലം ഗൈസ്. എക്സ്പീരിയൻസ് ഇറ്റ് IMAX ഒന്ന് കിടിലം പറയല. ഇതേ കേസ് ഞാൻ പറഞ്ഞേ. ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും യാഷിൻ്റെ എന്തെങ്കിലും ഒരു സാധനം കാണരുത്. പുള്ളി അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ. കിടിലൻ ട്രെയിലർ. സത്യം പറഞ്ഞല്ല അടിപൊളിയായിട്ട് കൊള്ളായിരുന്നു. പക്ഷെ ആ ഡയലോഗൊക്കെ മലയാളം ഡബിങ് കുറച്ച് ഇമ്പ്രൂവ് ആക്കായിരുന്നു ചേട്ടാ. സിനിമ കിടിലായ സൂപ്പറായിരിക്കും. സിന്ധന് കിടിലൻ ട്രെയിലർ. വിഷ്വലി ഭയങ്കര സ്റ്റണ്ണിങ് ട്രെയിലർ. അത് ഭയങ്കര എവിടെ നോക്കിയാലും ഭയങ്കര റിച്ച് ഫ്രെയിംസ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗീത മോഹൻദാസിൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, പുള്ളിക്കാരനാണ് ഇതിൻ്റെ ക്യാമറാമാൻ എന്നാണ് രാജീവ് രവി തോന്നി. രാജീവ് രവിയാണ് ഇതിൻ്റെ ക്യാമറാമാൻ. ഫോട്ടോഗ്രാഫി കിടിലൻ സാധനം കേട്ടാ. ആർട്ട് വർക്കും കിടിലം. പക്ഷെ ആ കാറ് പണിയുന്ന സീനൊക്കെ ഭയങ്കര VFX പോകുന്നു നൈസ് ഭയങ്കരമായിട്ട്. പക്ഷെ കൊള്ളാം. VFX ഡീനെക്കാണ് ഐ ബിലീവ്. ഡീനെക്ക് എന്നൊക്കെ ഒന്നും പറഞ്ഞൊക്കെ ഇപ്പോൾ വൃത്തിയായി പോകും. DNEG ഡീനെഗ് എന്ന് തന്നെയാണ് കേസല്ലേ പറയുന്നത്. അപ്പം നമ്മുടെ രാമായണത്തിൻ്റെ VFXും ടോക്സിക്കിൻ്റെ VFXും ചെയ്യുന്നവരാണ്. ആൻഡ് ലയൺസ് ഗേറ്റ് ഹോളിവുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഏതല്ലേ ധർമ്മ പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത്. KVN മോൺസ്റ്റർ മൈൻഡ് വിഷയം താനായിരിക്കും. മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് SSR എൻ്റർടൈൻമെൻറ്റ്സ് ആണെന്ന് തോന്നുന്നത് എൻ്റെ റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. ഈ കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ കൊള്ളാം ചേട്ടാ. അടിപൊളി ട്രെയിലർ.
അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.